ഹലോ എവ്രി വൺ. അപ്പോൾ ഇത്രയും ദിവസം ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ. അപ്പോൾ വീട്ടിൽ എത്തി. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം യാത്ര തിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തു എന്ന ഉറപ്പിലാണ് എൻ്റെ യാത്ര. എൻ്റെ ഫാമിലി എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരമാണ് ആ സമയം, ഒരു 5:30 സമയമായിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. യാത്ര ആദ്യമായിട്ട് എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഞങ്ങൾ തായ്ലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ കാലടി, നമുക്കറിയാം എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവുന്ന കാലടി പാലത്തിലാണ്. പതിവ് പോലെ ഈവനിങ് ആണ്. ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലോക്കിലാണ് ഞങ്ങളിപ്പം. അങ്ങനെ ഈവനിങ് ആയതുകൊണ്ടും ചെറിയ ഒരു കാപ്പി, മസാല ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിൽ ഹോട്ടലിൽ ഇറങ്ങി. ആര്യാസിലാണ്. പക്ഷേ ഓർഡർ ചെയ്ത് ചപ്പാത്തിയാണ് കേട്ടോ. പനീറാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടി വരുവാണ്. ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഉള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ സഡനായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യമായത് കാരണം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുറച്ചും കൂടി കൂടും. പിന്നെ ആദ്യത്തെ ട്രിപ്പിന് നമുക്കറിയാം, ആർക്കും തോന്നാം ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി. ഈവനിങ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇൻ്റർനാഷണൽ ടെർമിനലിൽ ഞാൻ അങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ എയർപോർട്ടിലെത്തി. ലഗേജസ് എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ട്രോളിയിലാക്കി വെയിറ്റ് ചെയ്യാണ്. എൻ്റെ സിസ്റ്ററിനെ ഹസ്ബൻഡിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളൊരു ട്രിപ്പ് ഫാമിലി മാത്രമല്ല, ഒരു ടീമായിട്ടാണ് പോകുന്നത്. ഏജൻസി, ഡ്രീം ഫീൽഡ് എന്നുള്ള ഏജൻസിയുടെ ഒരു ടീമായിട്ടാണ് പോകുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെത്തി. അത്രയ്ക്ക് ഞങ്ങൾ 5 പേരാണ്. എൻ്റെ പേരൻസ്, ഞാൻ, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡിന് പോരാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ലീവിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കാരണം. സാരമില്ല, നെക്സ്റ്റ് ടൈം നോക്കാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. കറൻസി എക്സ്ചേഞ്ച് ഓൾറെഡി ചെയ്തിരുന്നു. പക്ഷേ ഒരു സേഫ്റ്റിക്ക് ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടി എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങളതിൻ്റെ ഫ്ലൈറ്റിലേക്കുള്ള എൻട്രിയിലാണ്.
നീണ്ട 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തായ്ലൻഡ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ടൈമിങ്ങിനേക്കാളും 2 മണിക്കൂർ ഫാസ്റ്റായിട്ടാണ് തായ്ലൻഡ് ടൈമിംഗ്. അപ്പോൾ ഇനി ലഗേജസൊക്കെ കളക്ട് ചെയ്ത് വിസ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഹോട്ടലിലേക്ക് എത്തട്ടെ. ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം.